ഗായ്സ്, ഈ കാണുന്ന മരം പഞ്ഞിമരമാണ്. ഈ പഞ്ഞിമരം ആണ് നമ്മൾ പഞ്ഞി പണ്ട് എടുത്തു തലകണിയും മെത്തയൊക്കെ നിർമ്മിച്ചു കൊണ്ടിരുന്നത്. ഇതാണ് പഞ്ഞിക്കാ ഉണങ്ങിക്കിടക്കുകയാണ്. സാധാരണ പഞ്ഞിക്കാ വിളഞ്ഞു വരുമ്പോൾ നമ്മളിത് പറിച്ച് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ആർക്കും വേണ്ടാത്തത് കൊണ്ട് അത് ഉണങ്ങി താഴെ വീണ് അവിടെ കിടന്ന് നശിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം പഞ്ഞിയുടെ ഉപയോഗം അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ പഞ്ഞി ഇങ്ങനെ ഇതണൊക്കെ കിടന്ന് വേസ്റ്റ് ആകുകയാണ്. തറയിലൊക്കെ കിടന്ന് വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ അപൂർവമായിട്ട് തന്നെ ഇപ്പോൾ കാണുന്നത്. പണ്ടൊക്കെ ശരിക്കും പഞ്ഞിമരം ഉണ്ടായിരുന്നു. എല്ലാ വീടിൻ്റെ പരിസരങ്ങളിലും പഞ്ഞിമരം കാണുമായിരുന്നു. അന്ന് പഞ്ഞിക്ക് ഉപയോഗമുണ്ടായിരുന്നു. തലകണിയും മെത്തയൊക്കെ അന്ന് പഞ്ഞി വെച്ചായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് ചകരിയും പിന്നെ തുണിയുടെയും റബ്ബറൊക്കെയാണ് ഇപ്പം മെത്തയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് പഞ്ഞി അങ്ങനെ ആരും എടുക്കാറുമില്ല. അതിൻ്റെ വിലയും ഇപ്പോൾ ഇല്ല. ഒരു കാ ഉണങ്ങി താഴെ വീണ് കിടക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ കേരളത്തിൽ ഇത് എണ്ണം കുറഞ്ഞു വരികയാണ്. ഈ പഞ്ഞിമരം ഇപ്പം പണ്ടത്തെ കൂട്ടൊന്നും ഇല്ല, അപൂർവമാണ് കാണുന്നത്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലങ്ങളിൽ ഇത് ആൾക്കാർ വന്ന് മേടിച്ച് അവർ തന്നെ പറിച്ചു കൊണ്ട് പോകുമായിരുന്നു. ഇതിൻ്റെ ഈ പഞ്ഞിൽ നിന്നും ഇതിൻ്റെ അരി വേർതിരിക്കണം. അതൊരു ജോലിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പഞ്ഞിയൊന്നും ആരും മെനക്കെടാൻ നിൽക്കാത്തത്. പെട്ടെന്ന് ചകരിയും തുണിയും റബ്ബറിൻ്റെ അതൊക്കെയാണ് ഇപ്പം മെത്തയ്ക്കകത്തൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ പഞ്ഞി ധാരാളം ഉണ്ടായിരുന്നു. പഞ്ഞിയൊക്കെ പറിക്കാൻ ആൾക്കാരും ഉണ്ടായിരുന്നു. അന്ന് പഞ്ഞിയാണ് ഏറ്റവും കൂടുതൽ തലകണിയും മെത്തയൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇത് ഇപ്പോൾ എടുക്കാൻ ആളുണ്ടോ എന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ഇവിടങ്ങളിലൊന്നും ഇതിൻ്റെ ആൾക്കാർ വരുന്നതായിട്ടൊന്നും കാണുന്നില്ല. ഇതോണൊക്കെ തന്നെ ഇതിപ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നിന്ന് ഉണങ്ങി താഴെ വീണ് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതാണൊക്കെ പഞ്ഞി എടുത്ത് ഇതിന്ന് അരി ഇങ്ങനെ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് സാധാരണ വീട്ടുകളിലൊന്നും അരിയൊന്നും ഇവിടെ ഇതാണൊക്കെയാണ് ഇത് വേർതിരിച്ചെടുക്കുന്നത്. ഒരു കാ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണൊക്കെ ഇതിൻ്റെ അരി തരം തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കായ്ക്ക് തന്നെ നല്ല പഞ്ഞിയുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് ഇത് നൂത്തെടുക്കുമ്പോഴാണെങ്കിൽ ശരിക്കും പഞ്ഞിയുണ്ട്. കണ്ടോ, ഒരു ഭാഗം തന്നെ നമ്മൾ ഇളക്കിയെടുത്തപ്പം ഇത്രയും പഞ്ഞി ഇരിക്കുകയാണ്. ഇതിങ്ങനെ അരി മാറ്റി എടുക്കുന്നത് ഒരു ജോലി തന്നെ. അതുകൊണ്ടാണ് ഇപ്പോൾ ആരും ഇത് ഉപയോഗിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. അരി മാറ്റാതെ തന്നെ നമ്മളെ വീട്ടിലൊക്കെ വേണമെങ്കിൽ തലകാണിയൊക്കെ അതൊക്കെ വേണമെങ്കിൽ ഇതിടാം. നമുക്ക് കണ്ടോ, നല്ല പഞ്ഞിയുണ്ട്. കണ്ടോ, നല്ല പഞ്ഞിയുണ്ട്. നൂത്തെടുക്കുമ്പോൾ ഇത് ചുരുട്ടി വെച്ചേക്കുന്ന കണക്കാണ് ഈ കായ്ക്കാതിരിക്കുന്നത്. നല്ല പഞ്ഞിയുണ്ട്. ഇത് ഒരു ഭാഗം, ഒരു കായുടെ ഒരു സൈഡ് മാത്രമാണ് നമ്മളിപ്പോൾ എടുത്തത്. ഉണ്ടോ, ഇതണക്ക് നുള്ളി പറിച്ച് ഇത് പെട്ടെന്ന് അരി മാറുന്നുണ്ട്. ഇത് ജസ്റ്റ് ഇതണക്ക് ഒന്ന് തട്ടി കൊടുത്താൽ പുല്ല് ഇതിനകത്ത് ശരിക്കും ഉണ്ട്. കണ്ടോ, ഇപ്പം അരിയൊന്നും മാറ്റാൻ നിൽക്കുന്ന സമയമില്ല. കണ്ടോ, ഇങ്ങനെ അതണക്ക് വലിച്ച് എടുത്തു കഴിഞ്ഞാൽ തന്നെ കണ്ട് ഇത്രയും ഇത് നൂന്ന് വരുമ്പോൾ തന്നെ നല്ല ശരിക്കും പഞ്ഞിയുണ്ട്. ഇതിപ്പോൾ നനഞ്ഞ് കിടന്ന പഞ്ഞിയാണ്. അതുകൊണ്ടാണ് പഞ്ഞിക്കാണ്. അതാണ് ഈ വെള്ളം മഴയത്ത് കിടന്നതുകൊണ്ടാണ്. ഇത് ഉണക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നല്ല പോലെ കണ്ടേനെ. അപ്പം കണ്ടോ, ഇത്രയും പഞ്ഞിയാണ് ഒരു കായിൽ നിന്ന് നമുക്ക് കിട്ടിയത്.